കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ഈ ഹേമചന്ദ്രൻ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ നടന്നത്. അല്ലെ, മൃതദേഹമൊക്കെ കണ്ടെടുത്തതും 1.5 വർഷം നീണ്ട അന്വേഷണത്തിനൊക്കെ ഒടുവിലാണ് ഒരു തിരോധാന കേസ്. അങ്ങനെ 1.5 വർഷം ഈ ഒരു തരത്തിലുള്ള തെളിവുകളും ഒന്നും ചോർന്നു പോകാതെ പോലീസ് നടത്തിയ സമർത്ഥമായ അന്വേഷണത്തിനൊടുവിലാണ് ആ കേസ് തെളിയിക്കപ്പെടുകയും മൃതദേഹമൊക്കെ എടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ്. അതായത് 1-ാം പ്രതിയുടെ വെളിപ്പെടുത്തൽ അനുസരിച്ച്, അതായത് നൌഷാദ് എന്നാണ് അയാളുടെ പേര്, അയാളുടെ വെളിപ്പെടുത്തൽ അനുസരിച്ച് ഈ ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ്. വീട്ടിൽ കിടക്കാൻ അനുവാദം നൽകിയിരുന്നു, ഭക്ഷണവും വാങ്ങിക്കൊടുത്തു. പിറ്റേന്ന് ഹേമചന്ദ്രനെ കണ്ടെത്തിയത് ആത്മഹത്യ ചെയ്ത നിലയിൽ, കുഴിച്ചിടുക അല്ലാതെ മറ്റു വഴികളില്ലായിരുന്നു എന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു. നാളെ കൊലക്കേസിൽ 1-ാം പ്രതി എന്നറിയപ്പെടുന്ന നൌഷാദാണ് ഞാൻ എങ്ങോട്ട് ഒളിച്ചോടിയിട്ടുമില്ല, മുങ്ങിയിട്ടുമില്ല. ഞാനിവിടെ 2 മാസത്തെ വിസിറ്റിങ്ങിന് ജോലിക്ക് വന്നതാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നതും ഇങ്ങോട്ട് വരുന്നതും തിരിച്ചു വരുന്നതും ഒക്കെ ഞാൻ പോലീസിൽ അറിയിച്ചതാണ്. ഞാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ സറണ്ടർ ആവാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പിന്നെ ഈ കൊലപാതകം എന്ന് പറയുന്നത് തെറ്റാണ്. ഈ വ്യക്തി ആത്മഹത്യ ചെയ്തതാണ്. കാരണം ഞങ്ങൾക്ക് പൈസ കിട്ടാനുണ്ടായിട്ടും എനിക്കും എൻ്റെ സുഹൃത്തിനും അതുപോലെ 10-30 ആൾക്കാർക്ക് മേലെ പൈസ കൊടുക്കാനുണ്ടായിരുന്നു. ഞങ്ങളെ പൈസ തരാൻ വേണ്ടിയിട്ട് അവിടെയും ഇവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് പോയി, ഞങ്ങൾ ഒരുമിച്ച് പോയി. പൈസ കിട്ടില്ല എന്ന് മനസ്സിലായപ്പം അയാളത്തെ ഒരു എഗ്രിമെൻ്റ് എഴുതിയിട്ട് അയാളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടാക്കിയ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ കയ്യിലുണ്ട്. അങ്ങോട്ട് വന്നപ്പം എന്നോട് 1 ദിവസം കൂടി കിടക്കാൻ അഭയം ചോദിച്ചു. ഞാൻ ഭക്ഷണം വരെ വാങ്ങിക്കൊടുത്ത് അവിടെ കിടന്നോളാൻ പറഞ്ഞ് കിടത്തിയ അയാൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ ആത്മഹത്യ ചെയ്തായിരുന്നു. അയാൾ മനഃപൂർവ്വം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്നത്. അല്ലെങ്കിൽ അയാൾക്ക് ഒരു പക്ഷേ ഞങ്ങൾ അവിടെ കൊണ്ടാക്കിയപ്പോൾ പോകാമായിരുന്നു. ഇല്ലെങ്കിൽ അയാൾ ആ വീട്ടിൽ ഒറ്റക്കാ താമസിക്കുന്നത്, അയാൾക്ക് ഇറങ്ങി പോവായിരുന്നു. കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബുണ്ട്. ബെൻസൺ, ഇതിപ്പോ ഈ വെളിപ്പെടുത്തൽ, അത് പോലീസ് ആ വെളിപ്പെടുത്തലിനെ ഏത് രീതിയിലാണ് എടുക്കുന്നത്? സേതുലക്ഷ്മി, ഹേമചന്ദ്രൻ കൊലക്കേസിലെ 1-ാം പ്രതി നൌഷാദിന്റെ ഒരു പ്രതികരണമാണിത്. സമൂഹ മാധ്യമത്തിലൂടെയാണ് നൌഷാദ് ഈ ഒരു പ്രതികരണം പങ്കുവച്ചിട്ടുള്ളത്. ഇയാൾ ഇപ്പോഴും ഗൾഫിലാണുള്ളത്. 2 മാസത്തെ വിസിറ്റിംഗ് വിസയിൽ പോയതാണ് എന്നാണ് അയാൾ തന്നെ പറയുന്നത്. പക്ഷേ ഇയാൾ നടത്തിയിട്ടുള്ള ഈ വെളിപ്പെടുത്തലുകളൊന്നും തന്നെ പോലീസ് കാര്യമായി പരിഗണിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതൊരു ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്ന് തന്നെ വേണം അന്വേഷണ സംഘവുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. ഇയാൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഹേമചന്ദ്രൻ്റേത് കൊലപാതകമല്ല, അയാൾ ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് നൌഷാദ് പറയുന്നത്. നൌഷാദിന്റെ ഇപ്പോൾ പിടിയിലായിട്ടുള്ള മറ്റ് 2 പേരുണ്ട്. ഇവർക്ക് 3 പേർക്കും അതോടൊപ്പം തന്നെ 30-ലധികം ആളുകൾക്ക് ഹേമചന്ദ്രൻ ഇത്തരത്തിൽ പണം നൽകാനുണ്ടായിരുന്നു. ആ പണം ചോദിച്ചാണ് ഹേമചന്ദ്രന്റെ അടുത്തേക്ക് എത്തുന്നത്. ഹേമചന്ദ്രൻ ഇവരോടൊപ്പം സമ്മതപ്രകാരമാണ്, ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയതല്ല, സമ്മതപ്രകാരമാണ് തങ്ങളോടൊപ്പം വന്നത്. തങ്ങളോടൊപ്പം യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെയാണ് അയാൾ താമസിച്ചിരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് നൌഷാദ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അല്ലെങ്കിൽ വീഡിയോയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ അത് ഒരു 3-4 ദിവസം തങ്ങളോടൊപ്പം താമസിച്ചു. ഇങ്ങനെ മുറിയൊന്നും പൂട്ടിയിട്ട ഒരു അവസ്ഥയിലായിരുന്നില്ല, എപ്പോൾ വേണമെങ്കിലും പോകാമായിരുന്നു. ഒരു ദിവസം ഇയാളെ ഭക്ഷണമൊക്കെ നൽകിയതിന് ശേഷം പറഞ്ഞു വിടുന്നു, ഹേമചന്ദ്രനെ പറഞ്ഞു വിടുന്നു. എന്നാൽ പിന്നീട് മൈസൂരിൽ നിന്നും പണം ലഭിക്കും, അതിന് ശ്രമിക്കാമെന്ന് പറഞ്ഞ് വീണ്ടും വന്ന് തങ്ങളോടൊപ്പം താമസിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അവിടെ താമസിക്കുകയായിരുന്നു. പിറ്റേ ദിവസം നൌഷാദ് ചെന്ന് നോക്കുമ്പോഴാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണുന്നത്. പിന്നീട് കുഴിച്ചിടുകയല്ലാതെ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എന്നാൽ അത് അത്തരത്തിലല്ല. ഈ വാദങ്ങളെല്ലാം എതിർക്കുകയാണ് അന്വേഷണ സംഘം ചെയ്യുന്നത്. കാരണം പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ മർദ്ദനം നടന്നതായി തെളിഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ മരണകാരണം ഇത്തരത്തിൽ ആത്മഹത്യ ആയിരിക്കില്ല, കാര്യമായിട്ടുള്ള മർദ്ദനം നടന്നിട്ടുണ്ട്. ഇയാൾ യാതൊരു ഫോഴ്സും ചെയ്യാതെയാണ്, അല്ലെങ്കിൽ ഇവരുടെ ഈ 3 പ്രതികളുടെയും ഫോഴ്സ് ഒന്നും തന്നെ കൂടാതെയാണ് അയാൾ തങ്ങളുടെ കൂട്ടത്തിൽ താമസിച്ചത് എന്നാണ് നൌഷാദ് പറയുന്നത്. എന്നാൽ അത്തരത്തിലല്ല എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതിനാൽ തന്നെ ഈ വീഡിയോയ്ക്കൊന്നും കാര്യമായിട്ടുള്ള പരിഗണന അന്വേഷണ സംഘം നൽകുന്നില്ല. അതോടൊപ്പം തന്നെ 2 മാസത്തെ വിസിറ്റ് വിസയിലാണ് ഇയാൾ പോയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തിരിച്ച് ഇക്കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുമുണ്ട്. താൻ തിരിച്ചു വന്നാൽ കീഴടങ്ങുമെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ തിരിച്ച് ഇയാൾ നാട്ടിലെത്തിയതിനു ശേഷം തുടർ നടപടികൾ അന്വേഷണ സംഘം സ്വീകരിക്കും, കസ്റ്റഡിയിലെടുക്കും, ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ ഈ ഹേമചന്ദ്രന്റെ ഈ തിരോധാനവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ ഈ കുടുംബത്തിന്റെ DNA ശേഖരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹേമചന്ദ്രന്റെ 2 മൊബൈൽ ഫോണുകൾ മൈസൂർ ഭാഗത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തെളിവുകളെല്ലാം തന്നെ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ പറയുന്ന മറ്റൊരു പ്രധാന കാര്യം, ഇത് കൊലപാതകമല്ല എന്നായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു ആത്മഹത്യ ആയിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ഇത്തരത്തിൽ ഈ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് ഹേമചന്ദ്രന്റെ മൊബൈൽ ഫോൺ മറ്റൊരു
സ്ഥലത്തേക്ക് വിവിധ ഇടങ്ങളിലേക്ക് കൊണ്ടുപോവുകയും അതുപയോഗിച്ച് ഹേമചന്ദ്രന്റെ ഭാര്യയും മകളെയും അടക്കം വിളിക്കുകയും ഒരു മോക്ക് കോളിംഗ് പോലെ വിളിച്ച് സംസാരിക്കുകയും അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇവർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. സൂചിപ്പിച്ചതുപോലെ നിലവിൽ ഇപ്പോൾ 2 പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്, അല്ലെങ്കിൽ 2 പേർ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ മുഖ്യ പ്രതി കൂടി എത്തിക്കഴിയുമ്പോൾ കൂടുതൽ തെളിവുകൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ